ഇന്നലെ ഒരുപാട് വൈകി രാത്രിയായിരുന്നു പറഞ്ഞത് നമുക്കിന്ന് പൊതിച്ചോറ് കൊടുക്കണമെന്ന്. സാധാരണ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കറി വെക്കാൻ കാണുന്നുണ്ടായിട്ടില്ല. പെട്ടെന്നല്ലേ അവർ പറഞ്ഞത്. വേഗം ഞാനൊരു വെള്ളരിക്ക ഉണ്ടായിരുന്നു, ആ വെള്ളരിക്ക മുറിച്ച് പുളിശ്ശേരി വെക്കാമെന്ന് ഓർത്തു. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. മോര് കറി ആയപ്പോൾ വെച്ച് എന്താ തോരൻ വെക്കേണ്ടതെന്ന് കടയിലെല്ലാം പോയി നോക്കുമ്പോഴത്തേന് ഇവിടെ ഈ ഭാഗം പൊതിച്ചോറില്ല ദിവസം കടയിലൊന്നും ഒരു സാധനം ഉണ്ടാവില്ല. ഞാൻ വേഗം ഒരു പാവക്ക് കിട്ടീനി, അത് ഉള്ളിയും കൂടി കൊത്തി അരിഞ്ഞ് നമുക്കതൊന്ന് തോരൻ വെക്കാം. ഇതിപ്പം മീനൊന്നും വാങ്ങാൻ പോകാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഞാനൊരു 5-6 മുട്ട എടുത്ത് പൊട്ടിച്ച് കുറച്ച് സവോളയും തക്കാളിയും പച്ചമുളകെല്ലാം കൂട്ടി അരിഞ്ഞിട്ടൊരു മുട്ട ഓംപ്ലേറ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി റെഡിയാക്കി. അപ്പോൾ ഇത് 5 ഇല ഞാൻ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെല്ലാം നമുക്ക് ചോറ് റെഡിയാക്കണം. നമ്മളും കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ പൊതിച്ചോറ് നമുക്ക് കൊടുക്കുമ്പം എത്ര വലിയവനാണെങ്കിലും ആ പൊതിച്ചോറ് വീട്ടിൽ നിന്നാക്കിയ പൊതിച്ചോറ് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും. അപ്പം നമുക്ക് പൊതിച്ചോറ് കെട്ടാം. കറി നമുക്ക് ഇതിൽ കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക കൊണ്ട് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ചോറ് പൊതികെട്ടാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളച്ചോറാണ് വെച്ചിനെ, കാരണം ഇത് വെന്ത് എടുക്കണ്ടേ. പിന്നെ എൻ്റെ ഷോപ്പ് തുറക്കാനും പോകണം. കുറേശ്ശെ ചോറ് മതി എന്നാണ് പറഞ്ഞത്, കാരണം ഒരുപാട് കൊണ്ടുപോയാൽ ഇതാക്കും. നമുക്ക് തോരൻ ഈ സൈഡിൽ വെക്കാം. പിന്നെ ഞാൻ ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ആക്കിയിട്ട് നമുക്ക് ഇലയുടെ ഇടക്ക് വെച്ച് കൊടുക്കണം. കാരണം ചിലവർ മുട്ട ഒന്നും കഴിക്കാത്തവരുണ്ടാവും, അപ്പോൾ തൊട്ടടുത്തുള്ളവർക്ക് കൊടുത്തോളും. അതുകൊണ്ട് ഞാൻ ഇലയിൽ പൊതിഞ്ഞിട്ട് ഈ സൈഡിന് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊതിയെട്ടാം. ചാറ് കറി നമ്മൾ പാത്രത്തിലേക്കാണ് ആക്കിയത്. അതുപോലെ അച്ചാറും നമുക്ക് ഈ സൈഡിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വർഷവും എല്ലാം ഒരു 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു പൊതിച്ചോറ് കൊണ്ടുപോകലുണ്ട്. ഇത് DYFIൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാവല്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും തന്നെ ഇത് വെട്ടി കൊണ്ടുപോകലുണ്ട്. അപ്പോൾ ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. കാരണം എത്ര ഇല്ലവരായാലും ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ വീട്ടിലേക്ക് തന്നെ വരും. അപ്പം ഇത് കൃത്യമായി കളക്ട് ചെയ്ത് അവരാവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും.